നമസ്കാരം. പാകിസ്ഥാൻ ഭീകരത അവസാനിപ്പിക്കാതെ ആ രാജ്യം ഒരിക്കലും രക്ഷപ്പെട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. എന്നാൽ അതിനൊക്കെ ഭാരതം തിരിച്ചടി നൽകിയത് പാകിസ്ഥാനെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. രാജ്യത്തിനകത്ത് തന്നെ പിളർപ്പുണ്ടായെന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം പാകിസ്ഥാനിൽ കർഷകരുടെ കലാപം പല പ്രവിശ്യകളിലും ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പുതുതായി വായ്പ അനുവദിച്ചതിന്റെ പേരിൽ കാർഷികോൽപാദനങ്ങൾക്കുള്ള മിനിമം താങ്ങുവില നിർത്തലാക്കണമെന്ന IMF നിർദ്ദേശം പാകിസ്ഥാൻ സർക്കാർ നടപ്പിലാക്കി തുടങ്ങിയതോടെയാണ് കർഷകർ കലാപത്തിലേക്ക് നീങ്ങി തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി സിന്ധ് പ്രവിശ്യയിൽ കർഷകർ കലാപം ആരംഭിച്ചിട്ടുണ്ട്. പുതുതായി $1 ലക്ഷം കോടി പാകിസ്ഥാൻ വായ്പയായി നൽകിയതിന്റെ പേരിൽ ഒട്ടേറെ കർശന നടപടികൾ IMF നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ സർക്കാർ സ്വീകരിച്ചു തുടങ്ങിയത് കർഷകരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൃഷി ലാഭകരമാകുന്നതിന് കോർപ്പറേറ്റ് ഫാമിംഗ് തുടങ്ങാൻ IMF നിർദ്ദേശിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ സർക്കാർ കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കാൻ തുടങ്ങിയതും കർഷകരെ വിറളി പിടിപ്പിച്ചിട്ടുണ്ട്. കൃഷി ലാഭകരമാക്കാൻ കർഷക ഭൂമി പിടിച്ചെടുത്ത് വലിയ ഭൂപ്രദേശത്ത് കൃഷി ഇറക്കുന്നതിന് സൈന്യത്തെയും പാകിസ്ഥാൻ സർക്കാർ കൂട്ടുപിടിച്ചിട്ടുണ്ട്. സൈന്യമാണ് കർഷകരുടെ ചെറിയ ഭൂമികൾ പിടിച്ചെടുക്കാൻ സഹായിക്കുന്നത്. ഇതാണ് സൈന്യത്തിനെതിരെ തിരിയാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത്. ഇതിനിടയിലാണ് കൂനിന്മേൽ കുരു പോലെ സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ള മോദിയുടെ തീരുമാനം. ഈ തീരുമാനം പാകിസ്ഥാന്റെ മേൽ പതിക്കാൻ പോകുന്ന ജലബോംബാണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇത് പ്രകാരം സിന്ധു നദിയിൽ നിന്നുള്ള ജലം വിട്ടുകൊടുക്കേണ്ടതാണ് ഇന്ത്യയുടെ തീരുമാനം. പക്ഷേ ഇപ്പോൾ ഈ ജലം ഇന്ത്യയിൽ തന്നെ നിർത്തുന്നതിനുള്ള സംവിധാനമില്ല. സിന്ധു നദിയിൽ നിന്ന് വെള്ളം പാകിസ്ഥാനിലെ താഴ്ന്ന ഭാഗത്തേക്കാണ് ഒഴുകുന്നത്. ഭാവിയിൽ മോദി സർക്കാർ അത്തരമൊരു സംവിധാനം നടപ്പിലാക്കിയാൽ പാകിസ്ഥാൻ തകരും. കാരണം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ കൃഷി നടക്കുന്നത് സിന്ധു നദിയിലെ ജലം കൊണ്ടാണ്. അത് നിലച്ചാൽ അവിടത്തെ ഭൂരിഭാഗം വരുന്ന കർഷകർ കലാപത്തിലേക്ക് പോകും. ഇത് നേരിടാൻ പാകിസ്ഥാൻ സർക്കാരിന് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കഴിയുമെന്ന് തോന്നുന്നില്ല. പഞ്ചാബിലെ കർഷകരെ പരമാവധി സന്തോഷിപ്പിച്ച് നിർത്താൻ മറ്റ് പ്രവിശ്യകളിൽ നിന്നുള്ള സിന്ധു നദീ ജലം കൂടി പഞ്ചാബിലേക്ക് പാകിസ്ഥാൻ സർക്കാർ കനാൽ കെട്ടി ഒഴുക്കിവിടാൻ ശ്രമിക്കുന്നത് സിന്ധ് പ്രവിശ്യയിലെ കർഷകരെ രോക്ഷം കൊള്ളിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അവർ പാകിസ്ഥാൻ സൈന്യത്തിനും പോലീസിനുമെതിരെ തിരിഞ്ഞിരുന്നു. സിന്ധ് പ്രവിശ്യയിലെ ആഭ്യന്തരമന്ത്രി സിയാ ഉൽ ഹസൻ ലാഞ്ചറിന്റെ വീട് കലാപകാരികൾ കത്തിക്കുകയും ചെയ്തിരുന്നു. പാക് പോലീസുമായുള്ള വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലമന്ത്രാലയം കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. നദീജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് 1960 ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ രൂപവൽക്കരിച്ച കരാറിൽ നിന്ന് ഏപ്രിൽ 22-നുണ്ടായ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ പിന്മാറിയത്. ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കാൻ തന്നെയായിരുന്നു ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിലെ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് പാക് ജലമന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയത്തിന് അയച്ച കത്തിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ എന്തൊക്കെ ഉണ്ടായാലും ആർക്കൊക്കെ കത്തയച്ചാലും പാകിസ്ഥാൻ ഭീകരത അവസാനിപ്പിക്കാതെ ഇന്ത്യ ഒരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്നുള്ളത് വ്യക്തമാണ്. കരാർ പ്രകാരം സത്ലജ്, ബിയാസ്, രവി എന്നീ കിഴക്കൻ നദികളിലെ ജലം ഇന്ത്യക്കും സിന്ധു, ഝലം, ചിനാബ് എന്നീ പടിഞ്ഞാറൻ നദികളിലെ ജലം പാകിസ്ഥാന് ഉപയോഗിക്കാം. എന്നാൽ ഭീകരാക്രമണത്തിന് പിന്നാലെ ഘട്ടം ഘട്ടമായി പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് പൂർണ്ണമായും തടയുമെന്നാണ് ജൽശക്തി മന്ത്രി CR പാട്ടീൽ പറഞ്ഞത്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴും നദീജല കരാറിൽ സ്വീകരിച്ച നിലപാടിൽ മാറ്റമില്ലെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.